ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ധന്യാര. എല്ലാവരും തിരുവോണത്തിന് പൂക്കളൊക്കെ ഒരുക്കേണ്ട തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ പൂക്കൾ ഒരുക്കാൻ മുന്നേ തന്നെ നിൽക്കുന്ന ഒരു പൂവിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട്, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഞാനൊരു ഹെർബൽ വാട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. യെസ്, ഞാൻ പറയാൻ പോണത് നമ്മുടെ ഈ സുന്ദരിയായിട്ടുള്ള ചെമ്പരത്തി പൂവിനെ കുറിച്ചാണ്. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഫ്ലവർ ഇട്ട വെള്ളം കുടിച്ചിട്ടാട്ടോ. ഇതിൻ്റെ ഒരു പിങ്കിഷ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്കറിയില്ല ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കളർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ചെമ്പരത്തി പൂവിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണിത്. ഈ വെള്ളം നമ്മൾ ദിവസേന കുടിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ, BP, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ഉത്തമമാണ് ഈ വെള്ളം. ആൻഡ് നമ്മുടെ ഈ ചെമ്പരത്തി ചായ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും വളരെയധികം ഉത്തമമാണ്. നമുക്കറിയാം, സ്ത്രീകൾക്കൊക്കെ ഈ ആർത്തവ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് ഹെവി നന്നായിട്ട് ഫ്ലോ കൂടുക, ആൻഡ് അത് സംബന്ധമായിട്ട് ക്ഷീണം വരിക, തലകറക്കം, വയറുവേദന, മസിൽ ക്രാംസ്, ഇതൊക്കെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പം അതിനൊക്കെ നമ്മുടെ ഈ ചെമ്പരത്തി പൂവിട്ട വെള്ളമോ അല്ലെങ്കിൽ പാലിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ പശുനെയ്യിൽ പൂവിട്ടിട്ടോ കഴിക്കാവുന്നതാണ്. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് സീസണിൽ പൂ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പൂവ് കളക്ട് ചെയ്യാം. എന്നിട്ട് അത് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ഓരോ പൂവായിട്ട് ഈ പാലിലോ വെള്ളത്തിലോ പശുനെയ്യിലോ തിളപ്പിച്ചിട്ട് കുടിക്കുക. ആൻഡ് ഇപ്പോൾ ഒരുപാട് പേർക്ക് കാണുന്നൊരു പ്രോബ്ലമാണ് യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആൻഡ് ബേണിംഗ് മെച്ചുറേഷൻ, പുകച്ചിൽ, മൂത്രമൊഴിക്കാൻ ഭയങ്കരമായിട്ട് പുകച്ചിലുണ്ടാവുക. അതിനും ഈ നമ്മുടെ ചെമ്പരത്തി വെള്ളത്തിന് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കാൻ പറ്റും. ആൻഡ് കുട്ടികൾക്ക് തുളസി, ചെമ്പരത്തി പൂവിട്ടിട്ടുള്ള വെള്ളം ദിവസവും കുടിക്കുകയാണെങ്കിൽ അത് ജലദോഷം, കഫക്കെട്ട്, ചുമ, ഇടവിട്ട് വരുന്ന പനി, ഇതിനൊക്കെയുള്ളൊരു പ്രതിരോധമാണ് തന്നെയാണ് നമ്മുടെ ഈ ചെമ്പരത്തി വെള്ളം. അത് ദിവസേന കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വൻസി ഇവർക്ക് വരുന്ന ഈ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാവുന്നതുമാണ്. ഈവൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും ഈ ചെമ്പരത്തി പൂവിന് പറ്റും. നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളെന്നും ശുചിത്വം നിലനിർത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഏജ് സ്പോട്ടും ഈ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇത് കാണിക്കുക. നമ്മുടെ ഈ ചെമ്പരത്തി പൂവിൽ ഓർഗാനിക് ആസിഡ്, സിട്രിക് ആസിഡ് ആൻഡ് മാനിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ആൻഡ് നമ്മുടെ സ്കിന്നിന് കോംപ്ലക്ഷൻ നിലനിർത്താനും കൂട്ടാനും സ്കിൻ ടോണ് നല്ല സ്മൂത്താക്കിയിട്ട് സൂക്ഷിക്കാനും ആൻഡ് ചെറുപ്പം നിലനിർത്താനും നമ്മുടെ ഈ പൂവിന് പറ്റും. ആൻഡ് ഇതിൽ കാൽഷ്യം, വൈറ്റമിൻസ് B, C ആൻഡ് പൊട്ടാഷ്യം, മഗ്നീഷ്യം, അയോൺ ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ചെമ്പരത്തി വെള്ളത്തിൽ. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ വേരിയേഷനുള്ള പേഷ്യൻസ് ഡെയിലി ഇത് കുടിക്കുകയാണെങ്കിൽ അവരുടെ HP ലെവൽ കൺട്രോളിലാക്കാനും അവർക്ക് പറ്റും. അപ്പം വീട്ടുമുറ്റത്തുള്ള നമ്മുടെ ചെമ്പരത്തി ചെടി വെട്ടിമാറ്റാതെ ദിവസവും ഒരു പൂവിട്ടിട്ട വെള്ളം കുടിക്കാൻ നോക്കുക. ആൻഡ് പിന്നെ 1-2 മാസം കൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 year ആയി കാണും ഞാനിത് കുടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ, കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പം എനിക്കതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു സൈഡ് എഫക്ട്സും ഇല്ല. ശീലാക്കാൻ നോക്കുക, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഹാപ്പി ഓണം.